ഞാൻ ആകാശത്തിലെ പക്ഷിയാണ്. എന്നോട് ഏറ്റുമുട്ടാൻ ആരുമില്ല. എന്നോട് ഏറ്റുമുട്ടിയാൽ പിന്നെ അവൻ മുട്ട പോലും തിന്നില്ല. ടൈം ഫോർ ആക്ഷൻ. ആരെങ്കിലും പിടിക്കേ എന്ന് സഹായിക്കേ. അത് കൊണ്ടുപോക. എന്റെ പണപ്പെട്ടി കൊണ്ടുപോകുക. വരൂ, നമുക്ക് ഐസ്ക്രീം കഴിക്കാം. അത് കണ്ടോ എന്റെ മമ്മി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ. ഇവിടെയുള്ള എല്ലാവരും ഓടാൻ നോക്കിക്കോ. പച്ചക്കറി മാർക്കറ്റിൽ ജെറ്റ് പാക്ക് ഗാങ് എത്തിയിട്ടുണ്ട്. പറന്ന് വന്നോണ്ടാ അവന്മാരുടെ മോഷണം. ജെറ്റ് പാക്ക് ഗാങ്? ഓടിക്കോ ഓടിക്കോ, കള്ള വരുന്നുണ്ട്. മര്യാദയ്ക്ക് മാലയിങ്ങതാ, ശബ്ദിക്കരുത്. കാലിന്ന് വിട വിട. എന്തുവാ ഞാൻ ഈ കാണുന്നേ? കാലിന്ന് വിടാനാ പറഞ്ഞ. ഞാൻ എത്രയും പെട്ടെന്ന് ഗ്ലൂ ടയർ ഓൺ ചെയ്യട്ടെ. You're welcome. സുൽത്താൻ, നീ എന്തിനാ പെൺകുട്ടിയെ പൊക്കിയെടുത്തത്? അവൾ എന്റെ കാലി കയറി പിടിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ? ആ പെണ്ണ് കാലിൽ നിന്ന് വിട്ടിട്ട് വേണ്ടേ? ആ കാര്യം വിട്ടേക്ക്. ഒരു ചെറുക്കൻ സൈക്കിൾ ചവിട്ടി പറന്നു വന്ന് ആ പെണ്ണിനെ അങ്ങ് രക്ഷിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. ഈ കുട്ടി തന്നെ അത്. കണ്ടില്ലേ കണ്ടില്ലേ, സൈക്കിളിൽ പറന്നു വന്നത്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. മോഷ്ടിച്ച സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നേക്ക്. ലഡു സിംഗ് സാറിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോ തന്നെ ഇവിടെ എത്തും. ആകാശത്തിലെ പക്ഷിയാണ് ഞാൻ. എന്നോട് ഏറ്റുമുട്ടാൻ ആരുമില്ല. എന്നോട് ഏറ്റുമുട്ടിയാൽ പിന്നെ അവന് മുട്ട പോലും കഴിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ. എന്നെ പിടിച്ചോ.
നിർത്ത്. Hands up. You all are under arrest. ഏ? ഉം. ഐ, ശിവ. ഏയ്, എന്താ ഈ കാണിക്കുന്നെ? ഏയ്, നിക്ക്. എങ്ങോട്ടായി ഓടിപ്പോണത്? ഈ ലഡ്ഡു സിംഗ് വിരിച്ച വരിയിൽ ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഐ, ലഡു സിംഗ് സർ, അവര് മോഷ്ടിച്ച ആഭരണങ്ങൾ മുഴുവനുണ്ട്. ഇതില് രേവയുടെ മമ്മിയുടെ ചെയിനും ഉണ്ട്. എല്ലാവർക്കും തിരിച്ചു കൊടുത്തേക്കൂ. സാറേ നോക്കി പോണേ. നമുക്ക് ആ കള്ളന്മാരെ എങ്ങനെയെങ്കിലും കൗശലം ഉപയോഗിച്ച് പിടിക്കണം, അല്ലെങ്കിൽ അവരെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരെ എങ്ങനെയാണ് നമ്മൾ ട്രാപ്പ് ചെയ്യാ? എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട് ശിവ. ഇപ്രാവശ്യം ആദ്യം ആ കള്ളന്മാരെ പിടിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. അവന്മാരെ ഞാൻ ട്രാപ്പ് ചെയ്യാൻ പോവാണ്. ട്രാപ്പ്, പെടറാം, ജാം. സാറേ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ആ ഗ്യാങ് എന്റെ അടുത്ത് സ്വർണം മോഷ്ടിക്കാൻ വരും. ഈ ലഡ്ഡു സിംഗിന്റെ കയ്യിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പെടറാം, ഇന്ന് അവർക്ക് ശരിക്കും മനസ്സിലാവും ഈ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ എല്ലാം ഫേമസ് ആയതാണ്. ഓൾ ദ ബെസ്റ്റ് സാർ. ഇയാള് വലിയ കോടീശ്വരനാണെന്ന് തോന്നുന്നു. ഇയാളെടുത്തുനിന്ന് ഞാൻ തട്ടിയെടുത്തോളാം. ഐ, 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 എന്നെ വിടാനല്ല പറഞ്ഞത്. ഇത് നല്ല കട്ടിയുള്ള സ്വർണ്ണമാലയാണ്. ഇയാളാണെങ്കിൽ ഇതിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത് പൊട്ടുന്നില്ല? ഐ, ഐ, ഔ, ഏയ്, എടോ ഇത് പൊട്ടിക്കാൻ കഴിയില്ല. ഇത് ഒറിജിനൽ സ്വർണ്ണ ചെയിൻ അല്ല, പക്ക റോൾഡ് ഗോൾഡ് ആണ്. യു ആർ അണ്ടർ അറസ്റ്റ്. ഐ, വേഗം ഇറക്കിയേ. നിന്നോട് പറഞ്ഞ വേഗം ഇറക്കാൻ. നമുക്ക് ഓ, ജയിലിലേക്ക് പോണം. അപ്പൊ താൻ പോലീസ് ഇൻസ്പെക്ടർ ആണല്ലേ? യെസ്, ഞാനാണ് ലഡ്ഡു സിംഗ്. മാത്രമല്ല നിന്നെപ്പോ 4 ഭാഗത്തും പോലീസ് വളഞ്ഞിരിക്കുകയാണ്. രക്ഷപ്പെടാൻ നോക്കണ്ട. ആണോ? ഇപ്പോ താനാണോ എന്റെ കയ്യിലുള്ളത്, അതോ ഞാനാണോ തന്റെ കയ്യിലുള്ളത്? വേണമെങ്കിൽ ഞാനിപ്പോ താഴെ വിട്ടേക്കാം. വേണ്ട വേണ്ട, അങ്ങനെ ചെയ്യല്ലേ. വേണ്ട, എന്നെ വിടരുത്. എന്റെ എല്ലൊക്കെ പൊട്ടിപ്പോകും. കബഡി 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 കബഡി. ഷാർക്ക് 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 ഷാർക്ക്. എടോ ഷാർക്ക് വരുന്നുണ്ട്. എന്നൊന്ന് പൊക്ക്, എന്നൊന്ന് മോളിലേക്ക് പൊക്ക്. വേഗം പൊക്ക്, വേഗം. ഞാനും എന്റെ അടുത്ത് ഏറ്റുമുട്ടാൻ വന്നാലുണ്ടല്ലോ. ഇല്ല ഇല്ല ഇല്ല, ഞാനിങ്ങനെ ചെയ്യില്ല. വേഗം മോളിലേക്ക് പോ. വേഗം വേഗം മോളിലേക്ക് പൊക്കന്നെ. വേഗം വേഗം. അങ്ങനെ അങ്ങനെ തന്നെ വേഗം. താങ്ക് യു. നിനക്ക് ശരിക്കും നല്ലൊരു മനസ്സുണ്ട്. നീ വേഗം താഴേക്ക് ഇറക്ക്. പതുക്കെ പതുക്കെ. പറന്നു പോകുന്ന മനുഷ്യ, ഒന്ന് പതുക്കെ. ഐ, ഐ, പതുക്കെ. ഐ, ഐ, ഐ. എടോ, ഞാനിഞ്ഞി ഇവിടുന്ന് എങ്ങനെ താഴേക്ക് ഇറങ്ങൂ? ശിവ, എന്താ പതിവില്ലാതെ ഇങ്ങോട്ട് നോക്ക? ശിവ, നീ എന്നെ തടയാൻ നോക്കരുത്. ഞാൻ ആ കള്ളന്മാരെ എന്തായാലും പിടിച്ചിരിക്കും. ഒരു പ്രാവശ്യം അവനെന്നെ തെങ്ങിന്റെ മണ്ടയിലിട്ട് പോയവനാ. അവനെ ഞാൻ വിടില്ല. ഞാൻ എന്തെങ്കിലും ഒരു പ്ലാൻ പെട്ടെന്ന് റെഡിയാക്കും. എന്റെ അടുത്ത് നല്ലൊരു പ്ലാൻ ഉണ്ട് സർ. അതിന് സാറിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. പറഞ്ഞോ പറഞ്ഞോ. എപ്പോഴും എന്റെ സപ്പോർട്ട് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ശിവ. പറഞ്ഞോ. വേദനഗരത്തിന്റെ ബാങ്ക് കുറെ പൈസയുമായിട്ട് എപ്പോഴും വീനസ് സിറ്റിയിലേക്ക് പോവാറുണ്ട്. പക്ഷെ ഈ വിവരം എല്ലാവർക്കും അറിയിക്കണം. ഇത് കേട്ടിട്ട് അവര് മോഷ്ടിക്കാൻ വരുമ്പോ നമുക്ക് എല്ലാവരെയും പിടികൂടാൻ പറ്റും. വെരി ഗുഡ് ഐഡിയ.
വെരി ഗുഡ്. പക്ഷെ ശിവ, ഇത്തവണ ദൂരെ നിന്ന് അവരോട് ഞാൻ ഹാൻഡ്സപ്പ് പറയും. അവരെ പിടിക്കില്ല. വീണ്ടും എനിക്ക് തെങ്ങിന്റെ മണ്ടയിൽ പോയി ഇരിക്കാൻ വയ്യ. വേദ നഗരത്തിലെ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായി പറയാനുള്ളത് ജാനിബായ്, ഇപ്പോൾ വേദ ആനീസ് കണ്ടു. നഗരത്തിലാകെ നിയമം അനുസരിക്കാതെയാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. ആ ഗ്യാങ് മോശമാണ്. വേദ സിറ്റി ബാങ്കിന്റെ വാനിൽ കോടിക്കണക്കിന് രൂപയുമായി വീനസ് സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊള്ളയടിക്കുമോ എന്നതാണ് ജനങ്ങളുടെ പേടി. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ അടുത്ത് അതിന്റെ സുരക്ഷാ സംവിധാനം ഏൽപ്പിച്ചിരിക്കുകയാണ്. ലഡ്ഡു സിംഗിന് സ്വന്തം കാര്യം പോലും നോക്കാൻ അറിയില്ല. പിന്നെയാണോ വാനെ സംരക്ഷിക്കാൻ പോകുന്നത്? ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ ബോയ്സ്. ഇനി ആ കള്ളൻ ബാങ്കിൽ നിന്ന് മോഷ്ടിക്കാൻ വാതില് തുറക്കുമ്പോ ഞാൻ ഈ ഗണ്ണോണ്ട് ഫയർ ചെയ്ത് അവന്റെ കണ്ണില് പൊടിയിടല്ലോ. എന്നിട്ട് എല്ലാവരും ഞാൻ അറസ്റ്റ് ചെയ്യും. പുറത്തുനിന്ന് വാതിലടക്കേ. വേടാ റാം, ലഡ്ഡു സിംഗ് എന്നതിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്, അറിയോ? ഓക്കെ സാർ. ഹലോ, വേദാസ് ടിവി ചാനലല്ലേ? ഞാൻ ലഡ്ഡു സിംഗ് ആണ് സംസാരിക്കുന്നത്. ഞാൻ ജെറ്റ് പാക്ക് ഗ്യാങ്ങിനെ കൈയോടെ പിടിക്കാൻ വേണ്ടി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ലൈവ് കവറേജ് ചെയ്യണമെങ്കിൽ എവിടേക്കാ വരുന്നെന്ന് അറിയോ? പറ, അറിയോന്ന്? Thanks. ശിവ, പുറകെ തിരിഞ്ഞ് നോക്കൂ. നമ്മള് പറഞ്ഞത് ശിവ കേട്ടിട്ടില്ല. ഒന്ന് ഫോൺ ചെയ്യ്. ശിവ, എങ്ങനെയാവുന്ന് വിചാരിച്ചില്ല. അവര് ശിവയും കൊണ്ട് കടന്നു കളഞ്ഞല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അവരുടെ ടാർഗറ്റ് ശിവയായിരുന്നു, അല്ലാതെ മോഷ്ടിക്കാനായിട്ടല്ല അവര് വന്നത്. കൊള്ളക്കാർ എവിടെയാണ്? ലഡ്ഡു സിംഗ് സാർ എവിടെയാണ്? ദാ ഇതിനകത്തുണ്ട്. ഇന്നാണ് ശരിക്കും ഞാനൊരു ഹീറോ ആവാൻ പോണ ദിവസം. എന്റെ അമ്മോ, സോറി, അറിയാതെ ഒരു തെറ്റ് പറ്റി പോയതാണ്. ആകാശത്തിലെ പക്ഷിയാണ് ഞാൻ. എന്നോട് ഏറ്റുമുട്ടാൻ ആരുമില്ല. എന്നോട് ഏറ്റുമുട്ടിയാൽ പിന്നെ അവൻ ഒരിക്കലും മുട്ട കഴിക്കില്ല. ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ. ആദ്യം എന്നെ മര്യാദയ്ക്ക് തുറന്നു വിട്, എന്നിട്ട് കാണാൻ മുട്ട കഴിക്കുന്നോ ഇല്ലയോന്ന്. ഇത്ര ധൃതി എന്താണ്? തീർച്ചയായിട്ടും നിനക്കറിയാൻ പറ്റും. ഒന്ന് അടങ്ങിയിരിക്കേ. രേവ, വേദമലകളുടെ ഇടയിൽ ഒരു ഇടുക്കുണ്ട്. ഇവരെന്നെ അവിടെ പൂട്ടിയിട്ടിരിക്കുക. ലഡു സിംഗിനെ ഒന്ന് വിവരം അറിയിക്ക്. ഓക്കേ ശിവ, നീ സൂക്ഷിച്ചിരിക്കെ, ഞങ്ങൾ ഉടനെ എത്താം. Okay, bye everybody. Bye. ഇവ പോവാണോ? ഇനി ഗംബൂട്ട് ഓൺ ചെയ്യണം. ശിവയെ കാണുന്നില്ല. ആ കുട്ടി ഓടിപ്പോയി. അതെങ്ങനെ സംഭവിക്കാനാ? അവൻ എങ്ങനെയാ എവിടെ ഓടിപ്പോയത്? ഇങ്ങോട്ട് മുകളിൽ നോക്കൂ അങ്കിൾ. ഏയ്, പിടിക്കവനെ. Oh!
എന്റെ ജോണി ബോയ്, ഇവന്റെ അടി മേടിക്കാൻ എനിക്കിനി വയ്യ. വിട്ടോടാ തോമസ്. ഓടിക്കോ മോനെ ദിനേശ. ലഡു സിംഗ് സാർ, അവർ ആ ഭാഗത്ത് കൂടി ഓടിയിരിക്കാണ്. ഓക്കേ. ഇനി മുന്നോട്ട് ബൈക്കിനും സൈക്കിളിനും പോകാൻ ബുദ്ധിമുട്ടാണ്. ലഡു സിംഗ് സർ, ഒരു ജെറ്റ് പാക്ക് അങ്ങും ധരിക്കണം, ഒരു ജെറ്റ് പാക്ക് ഞാനും ധരിച്ചേക്കാം. വരൂ, എന്ന് നമുക്ക് റെഡിയാവാം. ഓൾവേസ് റെഡി ശിവ. പോകാം. റെഡി. ഇതെന്താ ഇങ്ങനെ? എനിക്ക് ഈ ലോകമൊക്കെ തലകീഴായിട്ടാ കാണുന്നത്. ഓ ഒന്ന് നിർത്തിയേ. എന്നൊന്ന് പിടിക്കാരെങ്കിലും, എന്നൊന്ന് പിടിക്കേ, വേഗം പിടിക്കേ. ശിവ, രക്ഷിക്കണേ, എന്നൊന്ന് രക്ഷിക്കേ. നിങ്ങൾ ജെറ്റ് പാക്ക് തല തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. സമയം കളയൽ, എന്റെ ഒപ്പം വേഗം വരൂ. ശിവ, ശിവ, എന്തിനൊന്ന് ചെയ്യേ, എന്നൊന്ന് പിടിക്കാൻ. എല്ലാവരും എവിടെ ഒളിച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് എന്റെ മുൻപിലേക്ക് വരൂ. ഞാൻ ആകാശത്തിലെ പക്ഷിയാണ്. എന്നോട് ആരും ഏറ്റുമുട്ടില്ല. എന്നോട് ഏറ്റുമുട്ടുന്നവൻ പിന്നെ മുട്ട കഴിക്കാതെയാവും. ഒന്ന് ബ്രേക്ക് പിടിക്കേ. ലഡു സിംഗ് സർ, ഇതാ നിങ്ങളുടെ ജെറ്റ് പാക്ക് പിടിച്ചോ. താങ്ക് യു ഫോർ ഹെൽപ്പിംഗ്. ശിവ, താങ്ക് യു വെരി മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ ഓൾസോ. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോ എവിടെ ഉണ്ടാവുന്ന അറിയില്ലായിരുന്നു. ശിവ, ഇവരെയൊക്കെ നീ എങ്ങനെയാണ് പിടികൂടിയത്? എല്ലാ വിവരവും തുറന്നു പറയൂ.
പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾ ക്യാമറ എന്റെ മുമ്പിലേക്ക് വെക്കേ. അതായത് അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാ ഇങ്ങനെ. ശിവ, എന്നെ ഒന്ന് രക്ഷിക്കണേ.